അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എല്ലാവരെയും കൂട്ടി നമ്മൾ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ലോക്കൽ ഓട്ടത്തിനൊക്കെ ഇങ്ങനെയുള്ള ഷെയർ ഓട്ടോകളാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. റോഡ് സൈഡ് ഒരു പ്രൊമോഷൻ കണ്ട ഒരു ആഡാണിത്. അങ്ങനെ ഇറങ്ങി ഇപ്പോൾ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ മീന ബസാർ അല്ലെങ്കിൽ ചോർ ബസാർ എന്നൊക്കെ ഇതിനെ പറയും. ഇവിടെ മറ്റു പല ജീവനെ ഞാൻ കൂട്ടിലിട്ട് കണ്ടെങ്കിലും പൂച്ചനെ ആദ്യമായിട്ടാണ് ഞാൻ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുന്നത്. പെറ്റ് ഷോപ്പിൻ്റെ അകത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവന്മാരെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് അധികം ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കയറിയുന്നു. ഇവിടെ എല്ലാത്തിനും നല്ല വിലക്കുറവായിട്ട് കിട്ടും. നമ്മുടെ അവിടെ 800-നും 1000-നൊക്കെ വിൽക്കുന്നത് ഇവിടെ വെറും 200-250-നൊക്കെ കിട്ടും. ബാർഗൈൻ ചെയ്ത് നമുക്ക് വീണ്ടും കുറച്ച് തരും. ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളായ മൊബൈൽ ഫോൺ, പേഴ്സ്, അതേമാതിരി ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ നോക്കും. എപ്പോഴും ആരാ വന്ന് അടിച്ചുകൊണ്ട് പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സ്ട്രീറ്റിലൂടെ കുറേ നേരം നടന്നതിന് ശേഷം നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തുള്ള കടയിൽ കയറി അവിടെ നിന്ന് ഒരു ബിരിയാണിയാണ് കുറച്ച് അവിടെ നിന്ന് കഴിച്ചുള്ളൂ. കാരണം നോർത്ത് സൈഡിലെ മസാല എല്ലാവർക്കും പറ്റിയെന്ന്. ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ സമയം ഏകദേശം രാത്രി ആവാറായിട്ടുണ്ട്. ഇന്ന് നൈറ്റാണ് നമുക്ക് മണാലിക്കുള്ള ബസ് ഉള്ളത്. അതുകൊണ്ട് രാത്രി ആയപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ പിള്ളേരെല്ലാവരും അവിടെ ലഗേജും ആയിട്ട് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് നൈറ്റ് നമ്മൾ മണാലിക്കാണ് പോകുന്നത്. രാത്രി ഇവിടെ നിന്ന് ബസ് കയറിയാലും രാവിലെ അവിടെ 500 കിലോമീറ്ററിന്റെ മുകളിലുണ്ട് ഡൽഹി ടു മണാലി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ബസ് വന്നു. എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ബസ്സിൽ കയറി. ഇവിടെ നിന്ന് നമ്മൾ AC വോൾവോ സെമി സ്ലീപ്പർ ബസ്സാണ് നമുക്ക്. അതുകൊണ്ട് കിടന്നുറങ്ങാനും നമുക്ക് സുഖമായി. രാവിലെ അവിടെ എത്തുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ജാക്കറ്റും ക്യാപ്പൊക്കെ എടുത്തിട്ടു. ഇടയിൽ ബസ് ഒന്ന് നിർത്തി ചായ കുടിക്കാനും ടോയ്ലറ്റിൽ പോകാനും സുഖമായി കിടന്നുറങ്ങി. രാവിലെ എണിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ മണാലി എത്താറായി. മണാലിക്ക് റോഡ് വഴി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. വലിയ വലിയ മലകളും താഴെ കൂടെ പച്ച നിറത്തിലോടുന്ന നദികളാണ് കൂടുതലായിട്ട് കാണുന്നത്. രാവിലെ തണുപ്പത്ത് ഈ കാഴ്ചയും കണ്ട് ബസ്സിൽ പോയിട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ചില ഭാഗത്ത് മലയിൽ നിന്ന് ഇടിഞ്ഞു വന്ന കല്ലും മണ്ണൊക്കെ പൊട്ടിയിട്ട് താഴെ വീണ് കിടക്കുന്നത്. അവിടെയുള്ള നദികൾ കാണാനാണ് കൂടുതൽ പച്ചയ നീലൊക്കെയാണ് വെള്ളത്തിന്റെ കളർ വരുന്നത്. അങ്ങനെ 10-14 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മണാലി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ നമ്മൾ ഹോട്ടലിൽ പോയി ഇനി മണാലിയിലെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.